Hello guys, welcome back to my channel. This is Archana and you're watching Life Unedited by Archana. ഞാനിപ്പോൾ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ടുഡേ ഈസ് ഓണം സെലിബ്രേഷൻ. ഒരു 4 ദിവസം കൂടി കഴിഞ്ഞാൽ ശരിക്കും നാളെ ഓണമാണ്. ഞാൻ സ്റ്റെപ്പ് ഒന്ന് കയറട്ടെ, ബാക്കി അത് കഴിഞ്ഞ് പറയാം. ഒരു 9:30 ഒക്കെ ആകുമ്പോഴാട്ടോ പ്രോഗ്രാം. നിങ്ങൾക്ക് കഴിയൂല മറ്റേ സാരി ഉടുപ്പിക്കും. ഹലോ, വ്ളോഗില ഒരു 9:30 ഒക്കെ ആകുമ്പോഴാട്ടോ പ്രോഗ്രാം. ഇപ്പം ടൈം എത്രയായി? 9:24 ആയി. ഇപ്പോഴും ആരും റെഡിയായി കഴിഞ്ഞിട്ടില്ല. ബട്ട് സീനിയേഴ്സ് പറഞ്ഞപ്പോഴാണ് പ്രോഗ്രാമിന്. ഞാൻ നേരത്തെ എന്തൊക്കെയോ കാണിച്ച് റെഡി ആയതാ. സ്റ്റെപ്പ് കയറി വേണ്ടി കളിക്കണം. ഞാൻ സെറ്റ് മുണ്ടു കേട്ടോ. ഇവിടെ ആർക്കും സെറ്റ് മുണ്ട് കൊടുക്കാൻ അറിയത്തില്ലായിരുന്നു. പിന്നെ ഏകദേശം സാരി കൊടുക്കുന്ന മോഡലിൽ സെറ്റ് ചെയ്തു. പ്ലീറ്റ് എടുത്തിട്ട് ശരിയാവുന്നില്ലായിരുന്നു. നോക്ക്, കുഴപ്പമില്ല അല്ലേ? ഇത് ഇവിടെയാണ് ഒട്ടും പറ്റാത്തത്. ഇവിടെ പറ്റുമ്പോൾ ഇവിടെ പറ്റില്ല, ഇവിടെ പറ്റുമ്പോൾ ഇവിടെ പറ്റില്ല. ഇത് അമ്മയുടെ സെറ്റും ഉണ്ടോട്ടെ. ഞാൻ നേരത്തെ വീട്ടിൽ പോയപ്പോൾ എടുത്തിട്ട് വന്നായിരുന്നു. നമ്മൾ കുറേ വട്ടം ഉപയോഗിച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ ബ്ലൗസ് വേറെ നമ്മുടെ സാരിയുടെ ബ്ലൗസാണ്. രണ്ടും ചേരുന്ന അമ്മ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ സ്റ്റൈൽ ചെയ്തു. എല്ലാവരും നല്ല രസമുണ്ടെന്ന് പറയുന്നത്. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് അവർക്കൊക്കെ കുറച്ചെങ്കിലും സാരി കൊടുക്കാൻ അറിയാം. എനിക്ക് ഒട്ടും അറിയാൻ പാടാത്തതുകൊണ്ട് ഞാൻ ആദ്യം റെഡിയായി. അത് തന്നെ എത്ര പേര് നോക്കിയെന്നറിയാം. എന്നിട്ടൊന്നും ശരിയാവുന്നില്ല. ലാസ്റ്റ് എനിക്ക് കുത്തി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്ലേറ്റൊക്കെ എടുത്ത്. ഞാൻ ആദ്യം വിചാരിച്ചത് 1 സൈഡ് പ്ലേറ്റ് അങ്ങനെയല്ലേ പറയുന്നത്, അതെടുക്കാന്ന്. അത് എന്തെങ്കിലും ശരിയാവുന്നില്ല. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. കാരണം എനിക്കിത് ഇറക്കം കിട്ടും. നോക്ക്, അത്യാവശ്യം ഇറക്കമുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ചത് എനിക്ക് ഇറക്കം ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ സെറ്റായിരുന്നു. അമ്മയ്ക്ക് എൻ്റെ അത്രയും പൊക്കില്ല, എൻ്റെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച ഇറക്കം ഉണ്ടാവില്ലാന്ന്. പക്ഷെ ഇറക്കം ഉണ്ടായിരുന്നു. ഞാൻ 1 സൈഡ് ഇടാന്നൊക്കെ വിചാരിച്ചിരുന്നാണ്, പറ്റിയില്ല. ഇത് കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഇന്നലെ എത്നിക്കിൻ്റെ ഫംഗ്ഷൻ, ഇന്ന് ഓണത്തിൻ്റെ ഫംഗ്ഷൻ രണ്ടും കൂടെ അടുപ്പിച്ച് വന്നിരിക്കുന്നത് ഭയങ്കര തലവേദന കേട്ടോ. ഇവർക്ക് ഒരു 2 ദിവസം ഇടവിട്ടിട്ട് ഇങ്ങനെ നടത്തുമായിരുന്നെങ്കിൽ കുറച്ചും കൂടി നമുക്കൊന്ന് റിലാക്സ് ആവായിരുന്നു. ഇതിപ്പോൾ ഇന്നലത്തെ ഫംഗ്ഷൻ കഴിഞ്ഞ് വൈകുന്ന ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. ഉടനെ തന്നെ ഇന്നത്തെ ഫംഗ്ഷൻ. അപ്പോൾ പിന്നെ അതിൻ്റെ സെറ്റ് ആക്കണം. ഇപ്പോൾ സെറ്റ് സാരി ഒന്ന് തേച്ച് എനിക്ക് ഒന്നത്തെ മര്യാദയ്ക്ക് തേക്കാൻ അറിയാൻ പാടില്ല, സെറ്റ് ഒട്ടും തേക്കാൻ അറിയാൻ പാടില്ല. ഞാൻ പ്ലേറ്റൊക്കെ ഞാൻ ഇന്ന് രാവിലെയാണ് എടുത്തത്. ജസ്റ്റ് ചുമ്മാ ഒന്ന് ആ ചുളിവ് മാത്രമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല. കഴിഞ്ഞോ? അങ്ങനെ രസമുണ്ടടി. ഇവിടെ ഫുൾ സ്റ്റെപ്പാണ്. സ്റ്റെപ്പില്ലാത്തൊരു പരിപാടിയില്ല. എൻ്റെ പൊന്നെ, എൻ്റെ സാരി എൻ്റെ സെറ്റ് മുട്ടി പഴിഞ്ഞ് പോകുന്ന തോന്നുന്നത്. സാരി എടുക്കാൻ ഞാൻ തീരെ കംഫർട്ടല്ല, അഴിഞ്ഞു പോകുന്ന ടെൻഷനാണ്. ഞാൻ വിചാരിച്ചു 1-2 റീൽ എടുക്കാമെന്നോ, പറ്റില്ലേ റീലെടുക്കാമെന്ന്. പക്ഷെ ടെറസ് തുറന്നിട്ടില്ല. നോക്കട്ടെ, വെറുതെ ചാരിയൊക്കെ ആണെങ്കിലേ തുറന്നിട്ട് കുറച്ച് റീലെടുക്കാമെന്ന് വിചാരിച്ചു. വെറുതെ ചാരിയേക്കോ തുറക്കാം. അയ്യോ, വെള്ളം. ഞാൻ എന്തായാലും 1-2 റീൽ എടുക്കാൻ നോക്കട്ടെ കേട്ടോ. നല്ല വ്യൂ, നല്ല രസം. കാണിച്ചു തരാം. എന്തായാലും ഞാൻ റീൽ എടുക്കാവോ നോക്കട്ടെ, പറ്റുമോ നോക്കട്ടെ. എന്തോ ചന്ദ്രൻ ആടി പോരെ, ഇത്ര മതിയോ? പിന്നെ താനിവിടെ ഇങ്ങനെ നന്നായിട്ടുണ്ടോ? ചെറുതായിട്ടോ തൊട്ടുള്ളൂ. മതിയോ? അരച്ചിട്ട് മതിയോ? എത്രാമത്തെ വട്ടാണോ ഈ സ്റ്റെപ്പ് കയറുന്നത്? മടുത്ത് അല്ല, എന്നെ തന്നെയായിരുന്നു. ഒരു റീലെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള കഷ്ടപ്പാട്.
ടെറസിലാകുമ്പോൾ വെട്ടമുണ്ട്, എനിക്ക് തന്നെ എടുക്കുകയും ചെയ്യാം. ഞാൻ തന്നെ റീൽ എടുക്കണം, എനിക്ക് കംഫർട്ട്. ഒരാൾ എടുത്തു തന്നെ എനിക്ക് എൻ്റെ മുഖത്ത് മര്യാദയ്ക്കുള്ള എക്സ്പ്രഷൻ ഒന്നും വരില്ല, എല്ലാം ഓവറായിട്ട് പോകും. അപ്പോൾ ഞാൻ തന്നെ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചപ്പോൾ വീണ്ടും നമ്മുടെ സ്പോട്ടിൽ വന്നു. ഒന്ന് എടുക്കട്ടെ കേട്ടോ. ബോറൊന്നും അങ്ങനെയൊന്നും ഇല്ല, എന്നാലും നമ്മൾ ചോദിക്കുമ്പോൾ കയറി ഇറങ്ങിയ പോലെ ഉണ്ട്. നീ നേരെ തല വെച്ചിട്ട് അരച്ചേ കണ്ടോ, നേരെ തല വയ്ക്കുമ്പോൾ ഇതുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ഇതുവരെ റെഡി ആയി കഴിഞ്ഞിട്ടില്ല, അവരുടെ സാരി ഒതുങ്ങുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് റീല് റോഡിൽ ചെന്നിട്ട് എടുക്കാമെന്ന്. ഇനിയിപ്പോൾ അവരെല്ലാവരും വന്നു തന്നെ എടുക്കാൻ പറ്റത്തില്ല, ക്യാമറ കാണുമ്പോൾ അവർക്ക് ആങ്സൈറ്റിയാണ്, ആൾക്കാരെ കാണുമ്പോൾ എനിക്കും ആങ്സൈറ്റിയാണ്, രണ്ടും കൂടെ ഒത്തുപോയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ റീൽ എടുക്കാം, അവർ വരുമ്പോഴത്തേക്കും സെറ്റാകാം. ഇന്നലെ എത്തിനിക്കുന്ന ഒറ്റ നല്ല റീല് പോലും മീൻസ് ഒന്നും കിട്ടിയില്ല. കാരണം ഞാൻ വിചാരിച്ച ടൈം ഉണ്ടായിരുന്നു, പക്ഷെ എന്താ പറ്റിയത്, ലാസ്റ്റ് ആയപ്പോഴത്തേക്കും പെട്ടെന്ന് ഇറങ്ങണമെന്ന് എന്തോ പറഞ്ഞ് ഇതായി. അപ്പോൾ പിന്നെ മര്യാദയ്ക്ക് ഇതായില്ല, കാരണം നല്ല സ്പോട്ടിലൊക്കെ ഓരോരുത്തരായിരുന്നു. അപ്പോൾ പിന്നെ ആ സ്പോട്ടൊക്കെ പോയി, അപ്പോൾ പിന്നെ എടുക്കാൻ പറ്റി. ആ സ്പോട്ട് കൊള്ളില്ല, അവിടെ എന്നെ ആരൊക്കെ കമൻ്റ് അടിക്കുന്നു, നമുക്ക് വേറെ സ്പോട്ടിൽ പോകാം. അവിടെ കുറേ ബോയ്സ് ഇരിപ്പുണ്ട്, അവരൊന്ന് കമൻ്റ് അടിക്കുന്നത് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. പിന്നെ വേറെ സ്പോട്ട് റീലെടുത്തു, ഞാൻ ഉദ്ദേശിച്ച പോലെ കിട്ടിയെന്ന് അറിയാൻ പാടില്ല, കിട്ടിയ പോലെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ പറയാം എന്തൊക്കെ അപാകത ഉണ്ടെന്ന്. ഇപ്പം ഞങ്ങളാണെങ്കിൽ ഹായ് റൂബി, ഓ എന്നടാ ബാ റൂബി, വാട്ട് ഈസ് യുവർ നെയിം? അനക, ബ്യൂട്ടിഫുൾ നെയിം. ടുഡേ ചുച്ചുടു റൂബിമ എന്നടാ, അയ്യോ മോളെ വിടല്ലേ. റൂബി, Onam celebration festival in Kerala after 2-3 days. But no leave in my college, so ഇവിടെ തന്നെ. When will Dasara start? Next month. എന്നടാ, നോ അടുത്തേക്ക് വരല്ലേ. അവളെത്ര ഓപ്പിക്കട്ടെ. ഫോട്ടോ എടുക്കാൻ വന്നായിരുന്നു കേട്ടോ, നല്ല വെയില്. സൺകിസ്ഡ് പേര് വെക്കേണ്ടി വരും, അമ്മാതിരി വെയില്. ഒരാളിത് അവിടെ നിൽക്കുന്നുണ്ട്. ഈ വ്ലോഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയൊക്കെ ഓണം എങ്ങനെയുണ്ടെന്ന് എന്നോട് പറയാൻ കേട്ടോ. ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഓണത്തിന് മിക്കവാറും ലീവ് ഉണ്ടാവില്ല, ആകെ 3 ദിവസമാണ് ലീവ്. അതിപ്പോൾ ഞങ്ങൾക്കൊന്നും പോകാൻ പറ്റില്ല, കാരണം ഡിസ്റ്റൻസ് ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം പോകുന്നുണ്ടാവില്ല. അപ്പോൾ ഒരു ഓണം പോയി, ആദ്യമായിട്ടാണ് ഓണം. എത്ര ഇതായാലും ഓണം ആഘോഷിച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല. ബട്ട് ഈ പ്രാവശ്യം ഓണം ഉണ്ടാവില്ല മിക്കവാറും, കാരണം ഞങ്ങളിവിടെ ആയിരിക്കുമല്ലോ. ക്ലാസ്സും ഉണ്ടാവും തോന്നുന്നു. ഹായ്, എവിടെ പോയതാ? പൂ മേടിക്കാനാ? ഓക്കെ ഫ്രണ്ട്സ് ആട്ടോ. ചുമ്മാ വ്ളോഗിൽ ഇങ്ങനെ കാട്ടാൻ പറയുന്ന കുറേ പേര് കാട്ടാൻ പറയും, കുറേ പേര് കാട്ടണ്ട, വ്ളോഗിൽ കാട്ടരുത്, മുഖം പോലും വരരുതെന്ന് പറയും. എനിക്കറിയില്ല, ഇതിപ്പം എനിക്ക് മാറിപ്പോവും, ആരെയൊക്കെ കാട്ടണം ആരെയൊക്കെ കാട്ടരുത്, കൺഫ്യൂഷൻ ആവുന്ന. ആർച്ച വിളിച്ചോണ്ടേ ഇരിക്കുകയാണ് പോവാന്ന് പറഞ്ഞിട്ട്. ഇനി ഇവിടെ നിന്ന് നല്ല ചീത്തയേക്കും. പോവാ. അയ്യോ, സാരി ഉടുത്തിട്ടേ പെട്ടെന്ന് നടക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഓണത്തിന് പോവുകയാണ്. ഈ ഡ്രസ്സിട്ട് വേറെ എവിടെ പോവാനാ? അല്ല, ഇന്നലത്തെ എത്തിനിക്ക് എങ്ങനെയുണ്ടായിരുന്നു പറ. ഇന്നലത്തെ എത്നിക്കിന് ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയില്ല. 4:30 ഞങ്ങൾ 3:30 കഴിച്ചു. പിന്നെ വൈകി വന്ന ടീംസ് ആയിരുന്നു ഇവര്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നു, ഞങ്ങൾ ഇതുവരെ ആയിട്ടും കോളേജിൽ പോയിട്ടില്ല കേട്ടോ. ഇപ്പോഴും എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുക. ഇവിടെ ആണെങ്കിൽ ഭയങ്കര വെയില്. ഫോട്ടോ എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ വെയിലില്ല, എടുത്തു കഴിയുമ്പോൾ വെയിൽ വരുന്നു. വെയിൽ പോയി. പിന്നെ വന്ന്
ഞങ്ങളോട് എപ്പോഴാണ് കറക്റ്റ് പ്രോഗ്രാം എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇന്നലെ 8:30 വരാൻ പറഞ്ഞിട്ട് തുടങ്ങിയത് 12 മണിയായപ്പോഴാണ്. പക്ഷെ ഞങ്ങളൊരു 8:30 പോയില്ല. അത് വേറെ കാര്യം. ഞങ്ങൾക്ക് അറിയാമല്ലോ, ഒരു വർഷമായാലും ഈ കോളേജിൽ എന്തായാലും, അതുകൊണ്ട് കറക്റ്റ് എങ്ങനെയൊക്കെയാണെന്ന് അറിയാം. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഈ പ്രാവശ്യം ഒന്നും പറഞ്ഞില്ല. ഓണത്തിന് പ്രോഗ്രാം എപ്പോൾ സ്റ്റാർട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ പോയിട്ടുമില്ല. അവിടെ പോയാലും അവിടെ വെറുതെ നിൽക്കേണ്ടി വരും. അതിപ്പോൾ അത് ഇവിടുന്ന് അത്യാവശ്യം നല്ല ഇതൊക്കെ എടുക്കാമല്ലോ, ഫോട്ടോയോ റീലോ. ഞാൻ അത്യാവശ്യം കുറേ റീൽ എടുത്തിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല. എഡിറ്റ് ചെയ്യുമ്പോൾ അറിയാം നല്ലത് ഏതാ ചീത്ത ഏതാ ഏതെങ്കിലും കിട്ടിയിട്ടുണ്ടോ. ഞാൻ സെൽഫായിട്ട് എടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് ക്യാമറയിൽ ഒന്നും കാണാം. ഞാൻ ചുമ്മാ ഇങ്ങനെയൊക്കെ കാണിക്കേണ്ടി വരും. എന്നിട്ട് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും എഡിറ്റ് ചെയ്യാൻ നേരത്തെ, പക്ഷെ നല്ല വെയിലാണെങ്കിൽ നമുക്ക് ഫോണിൽ കാണാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ചുമ്മാ ചാരി വെച്ചിട്ട് ചുമ്മാ അങ്ങനെ എടുക്കുന്നതാണ്. കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, ഓണം സെലിബ്രേഷൻ ആണോ ഓണമാണോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചു. ഞങ്ങളിപ്പോൾ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് അങ്ങോട്ട് പോകണം. ആർച്ച് എവിടെ? കോളേജിൽ നിന്ന് ഒരു 2 മിനിറ്റേ ഉള്ളൂ. അപ്പം അങ്ങോട്ട് സീനിയേഴ്സ് പറഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ. ഹെൽത്ത് ഒക്കെ ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഇതെന്താ എന്താ മോളൂസെ, ജാടയാണോ? എവിടെ? ആ ഹായ് ചെല്ലോ, അത് കാണുന്നുണ്ടോ? എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഒരു അവസരത്തിൽ നിങ്ങളെല്ലാം കാണാൻ പറ്റിയത് വളരെ സന്തോഷം. Beautiful Tiruvadra performance by Adira and team.
അങ്ങനെ അവിടെ തടച്ചു ചോറങ്ങില്ല. എന്താടാ വെള്ളം കുടിക്കാതെ ഇനി ഒരു കാര്യം നടക്കില്ല. അയ്യോ ഇനി വടംവലിയുണ്ട്, അത് നിൽക്കണമെങ്കിൽ കുറച്ച് വെള്ളം എന്തായാലും കിട്ടിയേ പറ്റും. അതോട് കണ്ടിട്ട് എനിക്ക് ഫുഡ് തരും. ഫുഡ് ടീച്ചേഴ്സിനോട് കഴിച്ചിട്ട് ഞങ്ങൾക്ക് തരത്തുള്ളൂ. കുറേ ലേറ്റ് ആവും. ഇപ്പം തന്നെ സമയം ഒരു 2 മണി ആവാറായി. 2 മണി കഴിഞ്ഞു. പിന്നെ വെള്ളം കുടിക്കാതെ ഒന്നും നടക്കില്ല. അടുത്ത് എത്ര നേരം വെയിലത്തിരുന്നത്. എടി പ്രോഗ്രാം എപ്പോഴാണ് സ്റ്റാർട്ടായേ? ഇപ്പം സമയം എത്രയായി? 2:15 കഴിഞ്ഞു. അത്രയും നേരം മൊത്തം ഞങ്ങൾ ആ വെയിലത്തിരുന്നിട്ട് പള്ളി കമ്മിയുടെ ഒരാള് ചിപ്സ് കടിച്ചു പിടിക്കാൻ പാടുപെടുന്നു. ചേട്ടാ സാമ്പാർ വേണ്ട. അയ്യോ സദ്യ കഴിച്ച് ഇപ്പം ഇറങ്ങിയോളൂ കേട്ടോ. വയറ് നിറഞ്ഞു. ടൈം എത്രയായി? 4 മണിയായി. പക്ഷെ നല്ല സദ്യ ആയിരുന്നു കേട്ടോ. എല്ലാം നല്ല രസമുണ്ടായിരുന്നു. ഫുഡായിരുന്നു, എല്ലാം കഴിച്ചു. അയ്യോ എന്ത് ടേസ്റ്റായിരുന്നു. കുറേ നാൾ കൂടി നല്ല ഫുഡ് കഴിക്കുന്നതുകൊണ്ടാണോ, കുറേ നാൾ കൂടി സദ്യ കഴിക്കുന്നതുകൊണ്ടാണോ, അത് നല്ലതായിട്ട് വിശന്നിരുന്നതുകൊണ്ടാണോ എന്നൊന്നും അറിയാൻ പാടില്ല. പക്ഷെ നല്ല ഫുഡായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. നല്ല രസമായിരുന്നു. ഇനി ഒന്ന് ചെന്ന് കുളിക്കണം. തലവേദനിച്ചിട്ട് വെള്ളം. എല്ലാവരും പുറകെ ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഫ്രണ്ട് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഇനി വരുന്നവരെ ബൈ.